ശ്രീ ജിതിൻ ശിരൂരിൽ നിന്നും ചേരുമ്പോൾ ജിതിൻ എങ്ങനെയാണ് റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? സൈന്യത്തിന്റെ സേവനം നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, അതില്ല എന്ന് HD കുമാരസ്വാമി അല്പം മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്, തൃപ്തരാണോ ജിതിൻ നിലവിലുള്ള അന്വേഷണത്തിൽ? ഹലോ ജിതിൻ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ശരി, ഇപ്പോൾ മനാഫ്, ലോറി ഉടമ മനാഫിന്റെ സഹോദരനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അങ്ങക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചത്, ഈ റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലായിരുന്നു വലിയ പ്രതീക്ഷ. ഇപ്പോൾ അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പൂർണ്ണമായി നമുക്ക് വിശ്വാസത്തിലെടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഏകോപിപ്പിക്കപ്പെടുന്നുണ്ടോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അതിന്റെ അകത്ത് കയറ്റാൻ സമ്മതിക്കുന്നത് നമ്മളെ നാട്ടിൽ കേരളത്തിൽ നിന്ന് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു റെസ്ക്യൂവിന്റെ ഒരു ആളെ കൊണ്ടുവന്നിട്ട് അവരെ കയറ്റാൻ സമ്മതിക്കാതെ കൊണ്ട് മനാഫിനെ പോലീസുകാർ ചെറുതായിട്ടൊന്ന് മർദ്ദിച്ചിരുന്നു, അടിച്ചു ചെറുതായിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പിന്നെ നമ്മളെ കയറ്റിയിട്ടില്ല അങ്ങോട്ട്, പുള്ളീനെ അങ്ങോട്ട് കയറ്റാൻ സമ്മതിച്ചില്ല. മനാഫിനെ പോലീസ് ഉപദ്രവിച്ചു എന്നാണോ അങ്ങ് പറഞ്ഞത്? അതെ അതെ. അതായത് ഈ രക്ഷാദൌത്യത്തിലുള്ള ഒരു മലയാളി സംഘം, ഒരു മലയാളി, നമ്മൾ മുമ്പ് അദ്ദേഹത്തെ കണ്ടതാണ്, അദ്ദേഹത്തെ കയറ്റിവിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തി. പോലീസ് മനാഫിന് ആ വിഷ്വൽസ് നമ്മൾ കാണുകയാണ്. ആ കാര്യം ഒന്ന് വിശദീകരിക്കാമോ? അതല്ല, അവിടുന്ന് കളക്ടർ ഫസ്റ്റത്തെ ഗേറ്റിൽ നിന്ന് കളക്ടർ വിട്ടു. രണ്ടാമത്തെ ഗേറ്റ് എത്തിയപ്പോ അവിടെ നിർത്തിച്ച് അവര് സ്റ്റോപ്പ് ചെയ്ത് ആരാണിത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്, ഇതെന്താ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഏകോപനം ഇവർക്കില്ല. കാരണം ഒരു റെസ്ക്യൂവിന്റെ ഒരു ടീമിന്റെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവര് കളക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട്, കളക്ടറാണല്ലോ മേലുദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കേണ്ടത്, ഓപ്പൺ ആക്കി കൊടുക്കേണ്ടത്, ഇത് ചെയ്യുന്നില്ല ഇവിടെ. അങ്ങനത്തെ ഒരു ഏകോപനം ഇല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് കാണുന്നത്. അതിനോട് അതേപോലെ തന്നെ ആയിരിക്കും അതിന്റെ ബാക്കിയുള്ള റെസ്ക്യൂ പ്രവർത്തനം അത് തന്നെ ആയിരിക്കുമല്ലോ. ഈ കളക്ടറുടെ അനുമതിയോട് കൂടിയാണല്ലോ അദ്ദേഹത്തെ എത്തിച്ചത്. അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? എന്തുകൊണ്ട് കടത്തിവിടില്ല എന്നാണ് അവർ പറയുന്നത്? കളക്ടറെ അനുമതി കൊണ്ടാണ് എത്തിച്ചതെന്നുള്ളത് അവരറിയണ്ടേ? അതായത് ഇതിന്റെ മേലുദ്യോഗസ്ഥർ അവരുടെ പോലീസുകാരെ അറിയുന്നില്ല. അതാണല്ലോ ഏകോപനമില്ലാത്ത പ്രവർത്തനം നടക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, ഇതിന്റെ ഒരാൾ വരുന്നുണ്ട്, നേരത്തെ ഇൻഫോം ചെയ്തതാണ് കളക്ടറെ. രഞ്ജിത്ത് തന്നെ വിളിച്ചു പറഞ്ഞതാ. എന്നിട്ട് അതിനുള്ള ഒരു വേ ക്ലിയർ ചെയ്യണ്ടേ? അത് ക്ലിയർ ചെയ്യുന്നില്ല. ഇപ്പൊ എന്നിട്ട് നമ്മളെ പുറത്താക്കി, നമ്മൾ പുറത്തുള്ളത്. രഞ്ജിത്ത് ഉള്ളോട്ട് പോയിട്ടുണ്ട്, അവന്റെ ഒരു വിവരം കിട്ടിയിട്ടില്ല. എന്താണ് അവന്റെ റെസ്പോൺസ് അറിയില്ല. നമുക്ക് ഇപ്പോഴത്തെ ഒരു വ്യക്തത ഇല്ല. ഈ രാവിലെ മുതലുള്ള തെരച്ചിൽ എങ്ങനെയായിരുന്നു? പറഞ്ഞ സമയത്തിൽ നിന്ന് ഒരുപാട് വൈകി. റഡാർ ആ മേഖലകളിൽ മണ്ണിലൊക്കെ വെള്ളം പൊതിഞ്ഞ് ചെളിയായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത് പ്രായോഗികമാകുമെന്ന് ഇപ്പോൾ ഒരു വിശ്വാസമുണ്ടോ? വിശ്വാസം നമുക്ക് ഉണ്ട്, പക്ഷെ അത് അവരുടെ പ്രവർത്തനത്തിൽ വിശ്വാസം ഇല്ല. അതാണ് നമുക്ക് പ്രശ്നം. കിട്ടണം അവിടെ ഇത് ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇവിടെ നിൽക്കുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ ഏറ്റവും ആശങ്കയോട് ഇങ്ങനെ കാണുന്നത്, ഇപ്പോൾ ഇന്നലെ ഇരുട്ട് പടർന്നതോടുകൂടി തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ്. ഒരു പക്ഷേ ഇന്നും ഇപ്പോൾ സമയം 4:30 അടുക്കുന്നുണ്ട്. 2 മണിക്കൂർ മാത്രമാണ് ഇനി പകൽ വെളിച്ചം ലഭ്യമാകുക. അതിനുശേഷം ഇന്നലത്തെ പോലൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഭയം നമുക്കൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? രാത്രി തെരച്ചിൽ തുടരുമോ? ഇല്ല, അങ്ങനത്തെ യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. രാത്രി ആയി കഴിഞ്ഞാൽ അവർ പോവുകയും ചെയ്യും. ഇന്നലത്തെ അതേ സിറ്റുവേഷൻ തന്നെ ഇന്നും തുടരുന്നത്. ഇപ്പൊ രഞ്ജിത്ത് വന്നു എന്നുള്ളത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷൻ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ശരി, നോക്കൂ, ഇവിടെ ഇപ്പോൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ ഇടപെടൽ ഉണ്ടാകുകയും സർക്കാർ സംവിധാനങ്ങൾ നിരന്തരം കർണാടകയുമായി ബന്ധപ്പെടുന്നു. അവരുടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, ഈ ഉദ്യോഗസ്ഥരുടെ മുകളിലേക്ക് ഒരു സമ്മർദ്ദം ചെലുത്തിലുണ്ടായിരിക്കുമല്ലോ. അതാണോ നമ്മളോടൊക്കെ ഈ തീർക്കുന്നത് എന്നാണോ അങ്ങ് മനസ്സിലാക്കുന്നത്? ഈ പുതിയ ആളുകൾ വരുന്നതിലടക്കം മനാഫിനോടൊക്കെ തീർക്കുന്നത് അതാണോ? അതെ അതെ അതെ, ഒരു ഈഗോ വർക്കൗട്ട് ആവുന്നുണ്ടെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, നമ്മളെ സംബന്ധിച്ച് പക്ഷേ ഇവിടെ ഏത് വിധേയനെയും എല്ലാ സംവിധാനങ്ങളും അവിടെ എത്തിക്കുക, അങ്ങനെയാണ് രഞ്ജിത്ത് പോലും അവിടെ എത്തുന്നത്. പക്ഷെ അവർ അതിനെ മറ്റൊരു നിലയിൽ കാണുന്നു എന്നുള്ളതാണല്ലേ? അതെ അതെ, അതിന് നമ്മൾ എങ്ങനെയെങ്കിലും ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ജീവൻ പുറത്താക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കില്ല. അതവർക്കില്ല. അത് നേരെ മറിച്ച് കേരളത്തിനുണ്ട്. നമ്മൾ പല സമയത്ത് നമ്മളെ പലതും കണ്ടതാണല്ലോ, ഈ അടുത്ത് വരെ ജോയിന്റെ വിഷയം വരെ. അതെ, ഇപ്പോൾ ഈ JCB ഒക്കെ എത്ര എണ്ണം ഉണ്ട്? നിങ്ങളിപ്പോൾ അതിന് പുറത്താണെന്നുള്ളത് മനസ്സിലാകുന്നു. പക്ഷേ ഈ JCB ഒക്കെ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം എങ്ങനെയാണ് ഇപ്പോൾ? മണ്ണ് നീക്കം ഒന്നും അറിയില്ല. നമ്മളിപ്പോ അതിലെ ഒരു 3 കിലോമീറ്റർ പുറത്തുള്ളത്. ഇന്നലെ അതിന്റെ തൊട്ടടുത്ത് വരെ നിന്ന് നമ്മൾ ഇന്നിപ്പോ 3 കിലോമീറ്റർ പുറത്താണ്.
ശരി. മനാഫിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അവന് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ തോതിൽ ഒരു തീരെ വിട്ടില്ല. ഒരു നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഒരാളായിട്ട് വരുമ്പോ അവര് വേ ഓപ്പൺ ആക്കി കൊടുക്കുകയാണല്ലോ ചെയ്യേണ്ടത്. ക്ലോസ് ആക്കുക ചെയ്യുന്നത്.